നമ്മുടെ രാജ്യമായ ഇന്ത്യ ഇപ്പം നാലാമത്തെ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നു. ഇനിയിപ്പോൾ ഏകദേശം ഒരു 10 വർഷത്തിനുള്ളിൽ തന്നെ ജർമ്മനി എന്ന് പറയുന്ന മൂന്നാം സ്ഥാനത്തുള്ള രാജ്യത്തെയും കൂടെ പിന്തള്ളി ഇന്ത്യ മൂന്നാം സ്ഥാനത്തേക്ക് എത്തും. അപ്പം നമ്മൾ കമ്പാരിസൺ ചെയ്യുമ്പോഴത്തേനും ഇന്ന് എക്കണോമി കമ്പാരിസൺ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ചൈനയുമായിട്ടോ അല്ലെങ്കിൽ യു എസുമായിട്ടോ ഒക്കെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും, അതായത് ചൈനയും യു എസും ഒക്കെ പറയുമ്പോഴത്തേനും ഏകദേശം അവരൊരു 25 ട്രില്യൺ എക്കണോമിയാണ്. നമ്മൾ ഈ ഒരു ദശകത്തിൽ നമ്മൾ വരാൻ പോകുന്ന ഒരു 10 ട്രില്യൺ അല്ലെ 13 ട്രില്യൺ എക്കണോമിയിലേക്ക് ആയിരിക്കും നമ്മൾ വളരാൻ പോകുന്നതെന്ന് നോക്കിയാലും, പക്ഷെ വളർച്ചയുടെ വേഗത വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 6.5 to 6.8% ആനുവൽ ഗ്രോത്ത് GDP-യിലുണ്ട്. അപ്പൊ ഈ ഒരു വളർച്ചയുടെ വേഗത വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം അടുത്തൊരു 10-30 വർഷത്തിനുള്ളിൽ ഇന്ത്യ 2ാം സ്ഥാനത്തേക്ക് എത്തുകയും ലോകത്തെ 2ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് വളരുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പം ഈ ഒരു വളർച്ചയ്ക്ക് എന്താണ് അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഒരു യൂത്ത് ആയിട്ടുള്ള മാൻ പവർ, അതായത് ലോകത്തിന് മുഴുവൻ പ്രായം കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ജപ്പാനിലൊക്കെ ആണേലും ഏറ്റവും കൂടുതൽ പ്രായമായിട്ടുള്ള ആൾക്കാരാണ്, വയസ്സായിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ ആ ഒരു സ്കില്ലും കാര്യങ്ങളൊക്കെ ഒരു പരിധിക്ക് ശേഷം പ്രായം കൂടി കഴിയുമ്പോൾ സ്കില്ലും ആ ഒരു ശേഷിയും ഒക്കെ കുറയും. അപ്പൊ അവിടെ എന്താണെന്ന് വെച്ചാൽ യങ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ യൂത്ത് ആയിട്ടുള്ള ആൾക്കാരാണ് പിന്നെ ആ ഒരു എക്കണോമിയെ മുമ്പോട്ട് നയിക്കുന്നത്. അപ്പം ലോകത്തിന് മുഴുവൻ പ്രായം കൂടുമ്പോഴും ഇന്ത്യയിൽ യങ് ആയിട്ടുള്ള പോപ്പുലേഷൻ വളരെ കൂടുതലാണ്. ഏറ്റവും കൂടുതൽ യങ് ആയിട്ടുള്ള പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യം ഇന്ത്യയാണ്. അപ്പം ആ ഒരു ഫാക്റ്റാണ് ഇന്ത്യയെ മുമ്പോട്ട് നയിക്കുന്നത്. അതും ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ആൾക്കാർക്ക് ഒരു വിഷൻ ഉണ്ട്. ആ ഒരു വിഷനും നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് ഈ രാജ്യത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ ഏകദേശം ഒരു 6.4% ഇപ്പം ഒരു ആവറേജ് CAGR-ലുള്ള GDP-യുടെ വളർച്ച എന്ന് പറയുന്നത്. പിന്നെ ഇന്ത്യയിൽ ഏറ്റവും വലിയ വിപ്ലവം സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഡിജിറ്റൽ എക്കണോമിയിൽ നല്ല രീതിയിൽ നമുക്ക് വളരാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ UPI പേയ്മെന്റ്സ്. അത് നമുക്ക് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ പേയ്മെന്റ് മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്, പേയ്മെന്റിന്റെ ഏറ്റവും വലിയ ഒരു ഇടനിലക്കാരെന്ന് പറഞ്ഞിരുന്നത് മാസ്റ്റർ കാർഡ് അല്ലെങ്കിൽ വിസ ഇങ്ങനെയുള്ള അമേരിക്കൻ കമ്പനീസ് ആയിരുന്നു. പേപാല് ഇങ്ങനെയുള്ള അമേരിക്കൻ കമ്പനീസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻസോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പേയ്മെന്റ് മിഡിൽമെൻ ആയിട്ട് നിന്നിരുന്നത്. പക്ഷെ ഒറ്റ അടിക്കാണ് ഏകദേശം ഒരു എന്താ പറയാ ഒരു 2-3 വർഷം കൊണ്ടാണ് ഇവരെയൊക്കെ അതിശയിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ UPI പേയ്മെന്റ് വളർന്നത്. ഇന്ന് ഏകദേശം 6ഓളം രാജ്യങ്ങൾ UPI പേയ്മെന്റ്സ് അവരുടെ ഒഫീഷ്യൽ പേയ്മെന്റ് സിസ്റ്റമായിട്ട് അവർ അംഗീകരിച്ചു കഴിഞ്ഞു. അപ്പൊ ഫ്രാൻസ് ഉണ്ട് അതിൽ, ഇപ്പം റീസെന്റ് സൗദി അറേബ്യ, ഇങ്ങനെ ഒരുപാട് കൺട്രീസ് ഈ ഒരു UPI പേയ്മെന്റ്സിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. കാരണം എന്താ വെച്ചാൽ വളരെ ഈസി ആയിട്ട് വളരെ വേഗത്തിൽ വളരെ ചെലവ് കുറഞ്ഞ ഒരു പേയ്മെന്റ് സിസ്റ്റമാണ് ഈ UPI എന്ന് പറയുന്നത്. അതും ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റം. മറ്റ് വിസ പോലുള്ള കമ്പനികളൊക്കെ ഒരു ഡെക്കേഡ് ബാക്കിൽ നിൽക്കുമ്പോൾ നമുക്ക് വളരെ എന്താ പറയുക ഫാസ്റ്റ് ആയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ വളരെ എന്താ പറയുക ടെക്നോളജിക്കലി വളരെ അഡ്വാൻസ് ആയിട്ട് ഈ ഒരു പേയ്മെന്റ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഇപ്പൊ ഇന്ന് നോക്കുകയാണെങ്കിൽ UPI ഒരു മാസം ഏകദേശം 10 കോടിയോളം ട്രാൻസാക്ഷൻസ് നടക്കുന്ന ഒരു സിസ്റ്റമായിട്ട് മാറിയിട്ടുണ്ട് UPI എന്ന് പറയുന്നത്. സോ ഈ ഒരു UPI എന്ന് പറയുന്ന ഒരു സിസ്റ്റം സെൻട്രലൈസ്ഡ് ആണെങ്കിലും അതിനെ മാക്സിമം ഡീസെൻട്രലൈസ് ചെയ്ത് മറ്റുള്ള കമ്പനികൾക്കും കൂടെ ആ ഒരു സൗകര്യം കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിനുശേഷം വന്നൊരു വലിയൊരു വിപ്ലവമായി മാറാൻ പോകുന്ന ഒരു കാര്യമാണ് ONDC എന്ന് പറയുന്നത്. അതായത് കേന്ദ്ര ഗവൺമെന്റ് ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തിട്ട് ഈ പ്ലാറ്റ്ഫോമിലൂടെ പുതിയതായിട്ട് വരുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്തുകൊണ്ട് ONDC പ്ലാറ്റ്ഫോം യൂസ് ചെയ്തുകൊണ്ട് അവർക്ക് അവരുടെ സ്റ്റാർട്ടപ്പിനെ ജനറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആപ്സ് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടൊക്കെ ഒരു പ്ലാറ്റ്ഫോമാണ് ONDC എന്ന് പറയുന്നത്. അപ്പൊ ഈ ONDC കാലക്രമേണ ഇതൊരു വിപ്ലവമായി മാറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുള്ളതാണ്. അപ്പൊ ഇതേപോലുള്ള ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വളരെയധികം പ്രയത്നിക്കുന്നുണ്ട്. അതിൽ നമ്മൾ സക്സസ്ഫുൾ ആവുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് നമുക്ക് ഇന്നത്തെ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. റോഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും കാണാത്ത രീതിയിലുള്ള ഒരു റോഡ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഒരു വളർച്ചയാണ് ഇപ്പൊ കാണുന്നത്. അപ്പൊ ഇത് ഇനി ഭാവിയിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലോജിസ്റ്റിക്സിനെ നല്ല രീതിയിൽ
ബൂസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഇന്ത്യയിൽ എന്താ പറയുക ഒരു ലോജിസ്റ്റിക് സെൻട്രിക് ആയിട്ടുള്ള ഒരു കൺട്രി ആക്കാനായിട്ട് ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ, നമുക്ക് റോഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് നമ്മളെ സഹായിക്കും. പിന്നെ നോയിഡ പോലുള്ള സിറ്റികളിലുള്ള വളർച്ച, നോയിഡ പോലുള്ള സിറ്റികൾ ഇന്നൊരു യൂറോപ്യൻ ടൗണിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് നോയിഡ പോലുള്ള സിറ്റീസൊക്കെ ഇന്ന് ഉള്ളത്. അപ്പം മറ്റ് പിന്നോക്കം കടന്നിരുന്ന പല സംസ്ഥാനങ്ങളും നല്ല രീതിയിൽ ഡെവലപ്പ് ആകുകയും അവരുടെ റിസർവ്സ് കൂടുകയും അല്ലെങ്കിൽ ആ ഒരു സംസ്ഥാനങ്ങളിലേക്ക് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഡയറക്റ്റ് വന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സെനാരിയോ നമുക്കിവിടെ കാണുന്നുണ്ട്. അപ്പം നമുക്ക് ചില പാളിച്ചകൾ സംഭവിച്ചു പോയി. സെമി കണ്ടക്ടേഴ്സിന്റെ കാര്യത്തിൽ നമ്മൾ വളരെയധികം ഇൻവെസ്റ്റ് ചെയ്തിരുന്നു, പക്ഷെ ചില പാളിച്ചകൾ സംഭവിച്ചു. പക്ഷെ വീണ്ടും നമ്മളൊരു 75,000 കോടി രൂപ സെമി കണ്ടക്ടേഴ്സിലേക്ക് വകയിരുത്താനായിട്ട് ഗവൺമെന്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ തായ്വാൻ സെമി കണ്ടക്ടേഴ്സിൽ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള കൺട്രി തായ്വാനാണ്. ഇത് ഒരു ദിവസം കൊണ്ട് ചെയ്തതല്ല, ഒരു ഡെക്കേഡ് അല്ലെങ്കിൽ 2-3 ഡെക്കേഡ് കൊണ്ട് അവർ ക്രിയേറ്റ് ചെയ്ത് ഒരു സിസ്റ്റം അവർ ഡെവലപ്പ് ചെയ്ത് അങ്ങനെയാണ് ഈ ഒരു സെമി കണ്ടക്ടേഴ്സിന്റെ ഈ ഒരു ലെവലിലേക്ക് തായ്വാൻ എത്താൻ സാധിച്ചത്. സോ ആ ഒരു ലെവലിലേക്ക് നമുക്ക് സെമി കണ്ടക്ടേഴ്സിന്റെ ലെവലിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇനി ഒരു 10 വർഷത്തോളം സമയമെടുക്കും. പക്ഷെ എങ്കിലും നമ്മൾ അതിൽ ഒരു ചുവട് വെച്ച് തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് ബാറ്ററി ടെക്നോളജീസ്, ഇതൊക്കെയാണ് ഫ്യൂച്ചറിലെ ടെക്നോളജീസ്. പക്ഷെ അതിലേക്കൊക്കെ പതുക്കെ നമ്മുടെ പ്രൈവറ്റ് കമ്പനികൾ ചുവട് വെക്കുന്നുണ്ട്. പുതിയ രീതിയിലുള്ള ബാറ്ററി ടെക്നോളജീസ് ക്രിയേറ്റ് ചെയ്യുന്ന ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ബാറ്ററികൾ, ഇങ്ങനെയുള്ള ബാറ്ററികളൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഇവിടെയുള്ള ചെറിയ കമ്പനികൾ ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് എടുക്കുന്നുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് PLI സ്കീംസ് പോലുള്ള സ്കീംസുകളും ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് പ്രോത്സാഹനം നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ കേരളത്തിലെ ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം നോക്കുകയാണെങ്കിലും നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് കേരളത്തിലെ എക്കോസിസ്റ്റത്തിൽ ഇപ്പൊ വന്നിട്ടുണ്ട്. അതായത് ഒരു 10 വർഷം മുമ്പുള്ള കേരളമല്ല ഇപ്പൊ നമ്മൾ കാണുന്നത്. അത് വെച്ചാൽ ഒരുപാട് സ്റ്റാർട്ടപ്പുകളെ സിലിക്കൺ വാലികളിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അവരെ കൊണ്ടുപോയി സിലിക്കൺ വാലി കാണിച്ച് തിരിച്ചു കൊണ്ടുവരാനും അല്ലെങ്കിൽ ഇവിടെ സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യാനും നമ്മുടെ കേരള ഗവൺമെന്റ് നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. കേരള ഗവൺമെന്റ് മാത്രമല്ല, ഇത് മുഴുവൻ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിപ്ലവമാണ്. അപ്പം ഇത് മുമ്പോട്ട് പോയി നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വലിയ സൂപ്പർ പവർ ആവാനായിട്ട് വലിയ താമസമൊന്നും ഉണ്ടാവില്ല. നമ്മൾ വളരെയധികം എഫിഷ്യന്റ് ആയത്, അതായത് ഈ തായ്വാൻ സെമി കണ്ടക്ടേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത പോലെ തന്നെ ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തൊരു കാര്യമാണ് നമ്മുടെ സ്പേസ് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ സ്പേസ് ടെക്നോളജി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു റോക്കറ്റ് വിക്ഷേപിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈക്കിളിൽ ആ റോക്കറ്റ് ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ട് പോയി, അല്ലെങ്കിൽ ആ മിസൈല് നമ്മൾ സൈക്കിളിൽ ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ട് പോയി അതിനെ നമ്മൾ ഒരു തെങ്ങിന്റെ മടലിൽ കെട്ടിവെച്ചിട്ടാണ് നമ്മൾ ആദ്യത്തെ റോക്കറ്റ് നമ്മൾ വിക്ഷേപിച്ചത്. പക്ഷെ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഏറ്റവും വലിയ സ്പേസ് ടെക്നോളജി കയ്യിലുള്ള ഒരു രാജ്യമായിട്ട് ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്നു. ഈവൻ നമുക്ക് പല രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ലോ ഓർബിറ്റ് സാറ്റലൈറ്റുകളെ നമുക്ക് ഇവിടെ നിന്ന് അയക്കാനായിട്ടുള്ള ഒരു ടെക്നോളജി നമ്മളിലേക്ക് എത്തിയിരിക്കുന്നു. പല അറബ് രാജ്യങ്ങളും ഇന്ന് അവരുടെ സാറ്റലൈറ്റുകളെ അല്ലെങ്കിൽ ലോ ഓർബിറ്റ് സാറ്റലൈറ്റുകളെ, അല്ലെങ്കിൽ പല ഏഷ്യൻ കൺട്രീസും ലോ ഓർബിറ്റ് സാറ്റലൈറ്റുകളെ ഇന്ത്യ വഴിയാണ് വിക്ഷേപിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ വലിയൊരു കഴിവാണ് മിസൈൽ. ആക്ച്വലി നമുക്ക് മിസൈൽ അല്ലെങ്കിൽ നമ്മുടെ അറ്റോമിക് എനർജി ശേഷി, അതായത് നമുക്കിപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള മിസൈൽസ്, ബ്രഹ്മോസ് പോലുള്ള മിസൈൽസിനെയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചു. ഇന്ന് നമ്മൾ ആംസ് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറേ വർഷങ്ങളായിട്ടുള്ള നമ്മുടെ കഠിന പ്രയത്നമാണ് ഇന്ന് ഈ ഒരു നിലയിലേക്ക് ഇന്ത്യ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പം ഇന്ന് നമ്മൾ ബ്രഹ്മോസ് പോലുള്ള മിസൈൽസ് പല രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട്, നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ അയക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ബ്രഹ്മോസ് പോലത്തുള്ള മിസൈൽസിന് ശേഷം ഇതിപ്പം നമ്മുടേതായിട്ടുള്ള ഒരു ഇൻഡിജിനസ് ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് നമ്മളിപ്പം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓൾറെഡി നമ്മൾ തേജസ് എന്ന് പറഞ്ഞൊരു എയർക്രാഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു, പക്ഷെ നമ്മൾ അതിനെ ഇംപ്രൂവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏകദേശം ഒരു 5ാം തലമുറ വിമാനം ഏകദേശം അടുത്തൊരു 7-8 വർഷത്തിനുള്ളിൽ തന്നെ നമ്മൾ റിലീസ് ചെയ്യും. നമുക്ക് 6ാം തലമുറയിലേക്ക് പോകാനായിട്ട് വലിയ പ്രയാസം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിൽ
എന്താ പറയുക, ഡിഫൻസിലും നമ്മൾ വളരെയധികം നന്നായിട്ട് തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട്. സോ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ റൈറ്റ് ആയിട്ടുള്ളൊരു വഴിയിലാണ് പോകുന്നത്. നമുക്ക് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ഈ ഒരു എന്താ പറയുക, നമ്മൾ പറയുന്ന ആ ഒരു സൂപ്പർ പവർ എന്ന് പറയുന്ന ഒരു കിരീടം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്ന് പറയുന്നത് അതിശയോക്തിയുള്ള ഒരു കാര്യമല്ല. അപ്പം ഇനിയിപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. ഇനിയിപ്പം ഇന്ത്യയിൽ സാധ്യതയുള്ള കാര്യങ്ങൾ, ഇനിയിപ്പം നിങ്ങൾ സ്റ്റാർട്ടപ്പ് ഒക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പം സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് ഒക്കെ ആവണമെന്നുണ്ടെങ്കിൽ ഡ്രോൺ ടെക്നോളജി വളരെയധികം സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ഡിഫൻസ് ഡയറക്റ്റ് ഒരു പർച്ചേസർ ആയിട്ട് ഇപ്പം ഡ്രോൺ ടെക്നോളജീസ് ചെയ്യുന്ന കമ്പനികളുടെ ഡയറക്റ്റ് പർച്ചേസർ ആയിട്ട് ഡിഫൻസ് സെക്ടർ മാറിയിട്ടുണ്ട്. അപ്പോൾ അവർ കുറേ ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ ഡിഫൻസും സഹകരിക്കുന്നുണ്ട്. നമ്മുടെ ഗവൺമെന്റ് അതിനു വേണ്ടി ഒരുപാട് സ്കീമുകൾ വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ഡ്രോൺ ടെക്നോളജി എന്ന് പറയുന്നത് ഇനിയിപ്പം ഫ്യൂച്ചറിലെ വാർഫെയർസ് മുഴുവൻ ഡ്രോൺ ടെക്നോളജി, ലേസർ ടെക്നോളജി, ഇങ്ങനെയുള്ള ടെക്നോളജികളായിരിക്കും. അപ്പം ഈ ഡ്രോൺ ടെക്നോളജിക്ക് ഒരുപാട് ഇത് കൊടുക്കുന്നുണ്ട്. അതായത് ചെറിയ ഡ്രോൺസ് തൊട്ടിട്ട്, അതായത് ചെറിയ ഡ്രോൺസ് തൊട്ടിട്ട് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് വരെ ഈ പ്രൈവറ്റ് സെക്ടറിൽ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ആയിരുന്നു ആംസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നത് പ്രൈവറ്റ് കമ്പനികൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് തുറന്നു കൊടുക്കുന്നത് വഴി ഇഷ്ടം പോലെ പുതിയ ടെക്നോളജികളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും പുതിയ ആംസ് ഉണ്ടാക്കാനും പ്രൈവറ്റ് കമ്പനികൾക്ക് അവസരം കിട്ടുന്നതോടുകൂടി കുറെ കൂടെ ഇന്നോവേഷൻസ് ഇവിടെ കൂടുതൽ സാധിക്കുന്നുണ്ട്. ഇന്ന് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വൈദ്യുതിയുടെ ഒരു എക്സ്പോർട്ടർ കൂടി ആയിട്ടുണ്ട്. അതായത് ഇന്ന് നമ്മൾ പല രാജ്യങ്ങളിലേക്ക്, നമ്മൾ ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങളിലേക്ക് നമ്മുടെ അതിർത്തി കടന്ന് നമ്മൾ വൈദ്യുതി വിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരു നെറ്റ് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് നെറ്റ് എക്സ്പോർട്ടറിലേക്ക് മാറിയിട്ടുണ്ട് ഇലക്ട്രിസിറ്റിയുടെ ഒക്കെ. അപ്പം ഇങ്ങനെ കുറെ മാറ്റങ്ങൾ നമുക്ക് നേരിട്ട് കാണാവുന്നതും നേരിട്ട് കാണാൻ സാധിക്കാത്തതുമായിട്ടുള്ള കുറെ മാറ്റങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. അപ്പൊ നമ്മള് കുറെ വെല്ലുവിളികൾ നമുക്കിപ്പം ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഇല്ല. നമ്മൾ ചൈനയെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈനയിലെ എംപ്ലോയീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അവര് ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ അവരുടെ സ്കില്ലും കൂടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആ ഒരു ഗവൺമെന്റിന് സാധിച്ചു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയൊരു വർക്ക് ഫോഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. അല്ലെങ്കിൽ ആ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നത് അവരുടെ വലിയൊരു ശേഷിയായിരുന്നു. അതുപോലെ തന്നെ നമ്മളിപ്പോൾ സ്കിൽസിൽ നല്ല രീതിയിൽ, അതായത് ഏറ്റവും നല്ല മികച്ച യുവത്വം ഉള്ളത് ഇന്ത്യയിലാണ്. നമുക്ക് ആ സ്കിൽസിൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, അതായത് സ്കിൽസ് വളർത്തുന്നതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എന്താ പറയുക, സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു യൂത്തിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നല്ലൊരു വർക്ക് ഫോഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചാൽ അത് രാജ്യത്തിന് ഒരു നട്ടല്ലായിരിക്കും, ഒരു നാഴികക്കല്ലായിരിക്കും അങ്ങനെ ചെയ്യാൻ സാധിച്ചത്. അതിനൊക്കെ നമ്മുടെ സ്കൂളുകൾക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുക. സ്കൂളുകളിൽ ഈ ഒരു ഫുള്ളായിട്ട് എന്താ പറയുക, ബൈഹാർട്ട് ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് സ്കിൽഡ് എഡ്യൂക്കേഷൻസിലേക്ക് സ്കൂൾസിനെ കൺവേർട്ട് ചെയ്യാൻ സാധിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും അങ്ങനെ നമുക്ക് മെച്ചപ്പെട്ട ഒരു യുവത്വത്തെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പം ഭാവിയിൽ ഗ്രിഡ് ടെക്നോളജി, ഇങ്ങനെയുള്ള ടെക്നോളജീസ്, ഗ്രിഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇലക്ട്രിസിറ്റി സ്റ്റോർ ചെയ്യുന്ന ഗ്രിഡ് ടെക്നോളജി, ഇങ്ങനെയുള്ള ടെക്നോളജികളിലൊക്കെ വളരെ അധികം നിക്ഷേപങ്ങൾ ഇന്ത്യയിലേക്ക് വരാൻ പോവുകയാണ്. അപ്പം ഇങ്ങനെയുള്ള ടെക്നോളജീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എനർജി, ഇപ്പം നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി ആക്ച്വലി ട്രാൻസ്മിഷൻ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ ഇതിനെ ഒരു ഗ്രിഡ് ആക്കി എനർജിയെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു വലിയ പവർ ഹൗസുകൾ, ബാറ്ററി സിസ്റ്റംസും ഒക്കെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സസ് വരുന്ന എനർജിയെ സ്റ്റോർ ചെയ്യാനും ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാനും സാധിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നു. ഈ എനർജി ക്രൈസിസ് ഇന്ത്യയിൽ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ സാധിക്കും. അപ്പൊ ഇതൊക്കെ വരുന്നൊരു വലിയൊരു വ്യാവസായിക വിപ്ലവം, അല്ലെങ്കിൽ വരുന്നൊരു വലിയൊരു വിപ്ലവമാണ് നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഈ ഒരു കുറെ കാര്യങ്ങളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഇന്ത്യ ഒരു സൂപ്പർ പവർ ആകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇന്ത്യ ഒരു സൂപ്പർ പവർ ആകാൻ പോകുന്ന ഒരു രാജ്യമാണ്. അപ്പം ഇതേപോലുള്ള ടെക് ന്യൂസുകളോ അല്ലെങ്കിൽ ബിസിനസ് ന്യൂസുകളോ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.